തന്നെ നേരിട്ട് പോയി പാനോട് ചോദിച്ചിട്ടാണ്. ശാന്ത, ഈ സിവിൽ എഞ്ചിനീയേഴ്സ് ആണ് രണ്ടുപേരും. അതെ അപ്പൊ നേരത്തെ പറഞ്ഞു കണ്ടുമുട്ടിയപ്പോൾ പോയി ചോദിച്ചതാണ്. ഒരു സിവിൽ എഞ്ചിനീയർ ആയതുകൊണ്ട് പോയി ചോദിച്ചതാണോ, എങ്ങനെയാണത്? അല്ല, ഞാൻ ഇവിടെ കിട്ടുന്ന സമയത്ത് സിവിൽ എഞ്ചിനീയർ എന്നൊരു സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ വേറെ പലതുമാണ് ചെയ്തിരുന്നത്. പക്ഷെ ഉളപ്പാനോട് ചോദിച്ച് അങ്ങനെ അവൾക്ക് സമ്മതമായി. ആ രൂപത്തിലാണ് കല്യാണം നടന്നത്. പിന്നെ സിവിൽ എഞ്ചിനീയർ എന്നുള്ളത് ആ ഒരു ബാഡ്ജിലേക്ക് വരുന്നത് സത്യം പറഞ്ഞാൽ ഇവളപ്പ, അതേപോലെ തന്നെ വേറെ കുറേ ഫ്രണ്ട്സ്, കുറേ ആൾക്കാർ നമ്മളെ പിന്നിൽ ഇങ്ങനെ നടന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ബിസിനസ് ആയിരുന്നു താല്പര്യം. അപ്പം അതിൽ കുറേ ബിസിനസ്സിൽ ഇങ്ങനെ ചെയ്ത് അതിനൊക്കെ പൊട്ടി ലാസ്റ്റ് ഇപ്പം നമ്മളോട് പറയാണ് നല്ലൊരു ഫീൽഡ് ഉണ്ടായിട്ട് എന്തിനാണത് ഇപ്പം എന്നല്ല, വേറെ നമ്മളെ ഫാമിലിയിലുള്ള പല ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് കയറി വരുന്നത്. ബിസിനസ് അറ്റംപ്റ്റുകളൊക്കെ പൊട്ടി, പക്ഷേ ആയിഷ എന്നുള്ള അറ്റംപ്റ്റ് അപ്പോൾ സക്സസ് ആയിരുന്നു. പക്ഷേ വൈഫ് എന്നുള്ള ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം സത്യത്തിൽ മൊത്തത്തിലൊരു സക്സസ്ഫുൾ ലൈഫാണെന്നാണ് ശാന്ത പറഞ്ഞു തരുന്നത്. അതെ അതെ അതെ. അതായത് ആയിഷ വന്നതിന് ശേഷമല്ലേ ഇങ്ങനെ ഒരു സംഭവം, ഒരു വീഡിയോ പാറ്റേണിലേക്ക് മാറുന്നതും ഇങ്ങനെ ഒരു രീതിയിലേക്ക്? സത്യം പറഞ്ഞാൽ നമ്മളൊരു കൊറോണ ടൈമിലാണ് എല്ലാവരും ആ ഒരു യൂട്യൂബേഴ്സ് ആയിട്ടുള്ളത്. എല്ലാവരും കൊറോണ ടൈമിലാണ്. കൊറോണ ടൈമിലാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണത്. അന്ന് സത്യം പറഞ്ഞാൽ ഇവള് പ്രസവിച്ച് കിടക്കുകയായിരുന്നു. അതെ അതെ. അന്ന് ഞാനന്ന് ഒരു സിംഗിളായിട്ടുള്ളൊരു വീഡിയോ, അതായത് ഇതേപോലെ ഇങ്ങനെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ മാത്രമേ അന്ന് ചെയ്തു. ഫസ്റ്റ് ചാനൽ തുടങ്ങുന്ന സമയത്ത് അത് മാത്രമേ ചെയ്തിരുന്നു. പിന്നെയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഹോം ടൂറിലേക്ക് കയറിയത്. ഹോം ടൂറിലേക്ക് കയറിയപ്പോൾ പിന്നെ ഇൻഫർമേറ്റീവ് ഫുള്ളായിട്ട് വിട്ട് ഫുൾ ഹോം ടൂർ മാത്രം. ഹോം ടൂറിലേക്ക് കയറുന്ന സമയത്താണ് ഇവളെ എൻട്രി. ഹോം ടൂർ ചെയ്യണ മുന്നേ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു. ഇത് വലിയൊരു ഫീൽഡാണ്. അതായത് പ്രോഫിറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. വലിയൊരു ടീം തന്നെ ഇതിന്റെ പിറകിലും ഉണ്ട്. പക്ഷെ നിങ്ങൾ പറയുന്ന പല വീഡിയോകളിലെ പല കാര്യങ്ങളും പല ആളുകൾക്കും ചിലപ്പോൾ അത് അത്രത്തോളം രസിക്കണം എന്നില്ല. കാരണം നിങ്ങൾ ഓരോന്നിന്റെ സൈസും അല്ലെങ്കിൽ അതിന്റെ എസ്റ്റിമേറ്റും ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഇത്ര ലെവലിൽ കൂട്ടി ചെയ്യാൻ പറ്റും, ഇത്ര ലെവൽ കുറച്ച് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് അത് മാനേജ് ചെയ്ത് പോയത്? വല്ല വെല്ലുവിളികളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അത് നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ആൾക്കാർക്കൊരു ഇൻഫർമേഷൻ കിട്ടണം എന്നുള്ള ലെവലിലാണ് നമ്മൾ വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓരോ സ്ഥലത്ത് കയറുമ്പോഴും അതിൻ്റെ സൈസും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞെടുക്കും. ഇപ്പോൾ ഒരു സോഫ ആണെങ്കിൽ ആ സോഫിൻ്റെ റേറ്റ് പറയും, അല്ലെങ്കിൽ ടൈലാണെങ്കിൽ ടൈലിൻ്റെ റേറ്റ് പറയും. അപ്പോൾ ആ ഒരു കാണുന്ന ആൾക്കാർക്കും കൂടി നമ്മളൊരു വീഡിയോ ഇത്രയും ഉപകാരപ്പെടണം എന്നുള്ള രൂപത്തിലാണ് നമ്മൾ അതിലേക്ക്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫീൽഡിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ട്? നമ്മളെ അറിയണ ഒരുപാട് എൻജിനീയേഴ്സ് അത് ചെയ്ത് കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് പറയാൻ പാടില്ല എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയലുണ്ട് നമ്മളോട്. നീ ഇതിന്റെ മറ പൊളിക്കുകയാണ് അല്ലേ? സ്വാഭാവികമായിട്ട് കാണുന്നത് നമുക്ക് തന്നെ തോന്നും, കാരണം നിങ്ങളെല്ലാം തുറന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണോ നിങ്ങൾക്ക് ഇത്രയേറെ ആളുകൾ നിങ്ങളുടെ വീഡിയോ കാണുന്നതെന്ന് തോന്നുന്നുണ്ടോ? അല്ല, നമ്മള്